ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ എങ്ങനെ എൻ്റെ സ്പൈഡർ പ്ലാന്റിനെ കെയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നല്ല മുതിരി വെള്ളം കൊടുക്കുക. അത് കാരണമാണ് ഞാൻ നല്ലപോലെ ബുഷിയായിട്ട് നിൽക്കുന്നത്. നമ്മുടെ പോട്ട് നിറയെ ബുഷിയായിട്ട് നിൽക്കാൻ നല്ലപോലെ വളം കൊടുത്താൽ മതി. വളം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. കാണുന്നുണ്ടുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കുക. നല്ലപോലെ അവർ ഗ്രോത്ത് ആയിട്ട് വളരും കേട്ടോ. പിന്നെ ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ സോയിൽ ടെക്സ്ചർ ഒത്തിരി മോയ്സ്ചർ ആവാനും പാടില്ല, ഒത്തിരി ഹാർഡ് ആവാനും പാടില്ല. ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ സ്റ്റെം ഇതിനകത്ത് നിന്ന് തന്നെ ഇതൊക്കെ ഒത്തിരി ഗ്രോത്ത് ആയി കഴിയുമ്പോൾ ഇതിനൊരു സ്റ്റെം നീണ്ടുവന്നും ഈ ഒരു സ്റ്റെമ്മിൻ്റെ താഴെ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ കുഞ്ഞു തൈകൾ ഉണ്ടാവും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വയ്ക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും. ഞാനങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല ഗ്രോത്ത് ആയിട്ട് അപ്രവസ്ഥ നിൽക്കുന്നുണ്ട്. വേറൊരു സ്പൈഡർ പ്ലാന്റ് ഇതിൻ്റെ വെറൈറ്റി വേറെ ഒരെണ്ണം കട്ട് ചെയ്ത് അങ്ങനെ നട്ടതാണ് കേട്ടോ. ഇതാണ് അത്യാവശ്യം നല്ലപോലെ ഗ്രോത്തായി നിൽക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ല മാതിരി വളരുമ്പോഴാണ് അതുപോലെ നല്ല ബുഷിയായിട്ട് നല്ല ഹൈറ്റിൽ അവർ വളരുള്ളൂ. അപ്പം നല്ല പോലെ വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.